എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റി കൂടുതലായിട്ട് അറിയാം. 2025ന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഡയബറ്റിസിന്റെ പ്രിവലൻസ് ഏകദേശം 11 to 12%-നുള്ളിലാണ്. അതേപോലെ തന്നെ കേരളത്തിൽ 23 to 25%-ന്റെ ഉള്ളിൽ വരും. ഡയബറ്റിക് റെറ്റിനോപ്പതി കേരളത്തിൽ 28% ആണ് ഏകദേശം കണക്കുകൾ വരുന്നത് 2025 പ്രകാരം. ഓക്കെ, സോ എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി? ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ അവരുടെ ബ്ലഡിലെ ഷുഗർ കണ്ടന്റ് വളരെ ഹൈ ആയിരിക്കും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. സോ നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഡയബറ്റിസ് കൂടിയിട്ട് അത് കിഡ്നിയെ ബാധിക്കുന്നു, ശരീരത്തിന്റെ നരമ്പുകളെ ബാധിക്കുന്നു. അതേപോലെ തന്നെ ഈക്വലി അഫക്റ്റഡ് ആവും കണ്ണിന്റെ നരമ്പുകൾ. അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് നമ്മൾ പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം? നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അത് പ്രിവെന്റ് ചെയ്യേണ്ടത് അതേപോലെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ചില പേഷ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ആയിട്ട് വിഷൻ ഇല്ല, അല്ലെങ്കിൽ പതിയെ വിഷൻ ബ്ലർ ആയി തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ അവർക്ക് വിഷൻ പെട്ടെന്ന് ഇല്ലാതെ ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ സഡൻ ലോസ് ഓഫ് വിഷൻ പേഷ്യൻസ് ആയിട്ടാണ് വെരി ഹൈ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിൽ കൂടുതലായിട്ടും സഡൻ ലോസ് ഓഫ് വിഷൻ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. സോ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് രക്തത്തിലെ ഷുഗറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് കണ്ണിന്റെ ചെറിയ ചെറിയ രക്തക്കുഴലുകളെയാണ്. ഇറ്റ്സ് എ മൈക്രോ ആൻജിയോപ്പതി. ഓക്കെ, ചെറിയ വെസൽസിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ വെസൽസിന്റെ ഭിത്തിയിലൊക്കെ ഡാമേജ് ഉണ്ടാവും. ലോസ് ഓഫ് പെരിസൈറ്റ്സ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ്, ഡാമേജ് വന്നിട്ട് രക്തക്കുഴലുകളിൽ കൂടിയുള്ള കണ്ടന്റ്സ് ഒക്കെ ലീക്ക് ആവാനായിട്ട് തുടങ്ങും. അതായത് ചെറിയ ചെറിയ ബ്ലീഡിങ്ങുകൾ ഉണ്ടാകും, അതിലുള്ള പ്രോട്ടീൻസ് ഒക്കെ ലീക്ക് ആവും. ഓക്കെ, അപ്പോൾ മൈക്രോ അന്യൂറിസംസ്, ഹെമറേജസ്, കോട്ടൺ വൂൾ സ്പോട്സ്, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത്, ഇത് പല പല സ്റ്റേജുകളായിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റേജസ് ആയിട്ടാണ് ETDRS സ്റ്റഡി പ്രകാരം, ഓക്കെ, ഏർലി ട്രീറ്റ്മെന്റ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റഡി പ്രകാരം 2 ഗ്രൂപ്പുകളായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ടൈപ്പില് ചെറിയ ചെറിയ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നില്ല. അതൊരു ഏർലി സ്റ്റേജ് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് മോർ ഡേഞ്ചറസ് സ്റ്റേജ്. അതായത് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ കോംപ്ലിക്കേഷൻ ആകുന്നു. അതായത് നമ്മുടെ ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്ന സമയത്ത് രക്തക്കുഴലുകളൊക്കെ ഡാമേജ് ആകുന്ന സമയത്ത് റെറ്റിനയിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയുന്നു. ആ സമയത്ത് റെറ്റിന, കണ്ണിന്റെ നരമ്പിലേക്കുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ അവിടെ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, VEGF പോലെയുള്ള കണ്ടൻസ് രൂപപ്പെടുകയും ആ കണ്ടൻസ് പുതിയ രക്തക്കുഴലുകളെ ഫോം ചെയ്യാനായിട്ട്, ന്യൂ ബ്ലഡ് വെസൽസ്, അതർവൈസ് നിയോവാസ്കുലറൈസേഷൻ, പുതിയ ബ്ലഡ് വെസൽസിനെ ഫോം ചെയ്യാനായിട്ട് ഒരു ഇൻഡക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ന്യൂ വെസൽസ് ഫോം ചെയ്യും. ന്യൂ വെസൽസ് ഫോം ചെയ്യുന്ന വെസൽസ് ഉറപ്പായിട്ടും ഒരു പരിധി കഴിയുമ്പോൾ അത് ബ്ലീഡ് ചെയ്യും. ബ്ലീഡ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിനുള്ളിലേക്ക് വലിയ ബ്ലീഡിങ്ങിനെ കൊണ്ടുവരും. അതാണ് വിട്രിയസ് ഹെമറേജ് പോലെയുള്ള ഫാക്ടേഴ്സ്. ഈ വിട്രിയസ് ഹെമറേജ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുമ്പോഴാണ് പേഷ്യന്റ് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴേക്കും പെട്ടെന്ന് വിഷൻ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. വിട്രിയസ് ഹെമറേജ് അവിടെ തന്നെ നിന്നാൽ എന്ത് സംഭവിക്കും? ചില സമയത്ത് അത് തനിയെ ക്ലിയർ ആവും. പക്ഷെ തനിയെ ക്ലിയർ ആയാലും അത് അതിന്റെ കോംപ്ലിക്കേഷൻസ് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. അതായത് അത് ചില സമയത്ത് ട്രാക്ഷൻ ബാൻഡുകളൊക്കെ ഫോം ചെയ്യും. അങ്ങനെ പിന്നീട് നരമ്പ്, ആ ട്രാക്ഷൻ കാരണം, ഒരു പുള്ളിങ് കാരണം നരമ്പ് വിട്ടുപോകുന്ന അവസ്ഥ, നരമ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥ, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് പോലെയുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാകുന്നത്. സോ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ടൈപ്പ് ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആണ്, നരമ്പ് വിട്ടുപോകുന്ന അവസ്ഥയാണ് കൂടുതലും ഡയബറ്റിക് റെറ്റിനോപ്പതി പേഷ്യൻസിൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ ബ്ലഡ് വെസൽ ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗർ കണ്ടന്റ് കൂടുന്നു, അവിടുന്ന് ചെറിയ രക്തക്കുഴലുകളൊക്കെയും ലീക്കായി സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറിയ ബ്ലഡ് വെസൽസിലൊക്കെ ഡാമേജ് വരുന്നു, ഓക്സിജന്റെ അളവ് റെറ്റിനയിൽ കുറയുന്നു, പുതിയ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നു, ഫോം ചെയ്ത ബ്ലഡ് വെസൽസ് ഒക്കെ ലീക്ക് ആവാനായിട്ട് തുടങ്ങുന്നു, ലീക്കായ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ബാൻഡുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇൻ ദ എൻഡ് അത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിലേക്ക്, അല്ലെങ്കിൽ നരമ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഫോം ചെയ്ത പുതിയ പുതിയ രക്തക്കുഴലുകൾ നമ്മുടെ ഉള്ളിലെ ഐറിസ് എന്ന് പറയുന്ന ഭാഗത്ത്, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ നീര് പോകുന്ന ഭാഗങ്ങളിലൊക്കെയും പുതിയ രക്തക്കുഴലുകളൊക്കെ ഫോം ചെയ്യുമ്പോൾ അവിടെയൊക്കെയും അടപ്പുണ്ടാകുന്നു. കണ്ണിനുള്ളിലെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് അടപ്പുണ്ടാകുകയും
ആ അടപ്പുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ കാരണം കണ്ണിലെ പ്രഷർ കൂടാനായിട്ടുള്ള ചാൻസ് വരുന്നു. ഗ്ലൊക്കോമ എന്നുള്ള കണ്ടീഷൻസിലേക്ക്, നിയോവാസ്കുലർ ഗ്ലൊക്കോമ എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് കൂടുതലായിട്ട് പോവുകയും ഇൻ ദ എൻഡ് അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ച പോവുകയാണ്. അപ്പോൾ ഇത് ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ള ആൾക്കാർക്ക്, വളരെ അധികമായിട്ട് ഷുഗർ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വളരെ സ്ലോലി പോകുന്ന ഒരു ഒരു പ്രശ്നമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനായിട്ടും ചില പേഷ്യൻസിൽ കാണാറുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പേഷ്യന്റ് തന്നെയാണ്, നോട്ട് ദ ഡോക്ടേഴ്സ്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ ലെവൽ. പ്രോപ്പർ ആയിട്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾ എപ്പോഴും കൺട്രോളിൽ വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. സോ ഒരു ഫിസിഷ്യന്റെ അഡ്വൈസ് എടുത്തിട്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. സോ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇസ് ബൈ ദ പേഷ്യന്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു സ്റ്റേജിൽ നമ്മൾ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്ന സ്റ്റേജിലാണ് നമ്മൾ ഒന്നുകിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിന് മുമ്പുള്ള സമയങ്ങളിൽ പ്രോളിഫറേഷൻ അതായത് പുതിയ രക്തക്കുഴലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ നമുക്ക് ലീക്കിംഗ് വന്നിട്ട്, ബ്ലഡ് വെസൽസിൽ നിന്ന് ലീക്കിംഗ് വന്നിട്ട് നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാക്യുലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ഭാഗത്ത് നീർക്കെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, അവിടേക്ക് സ്വെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ അതായത് ആന്റി വെജഫ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആന്റി വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ലേസേഴ്സും അവൈലബിൾ ആണ്. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് പ്രോളിഫറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ നിയോവാസ്കുലറൈസേഷൻ നടക്കുമ്പോൾ. നിയോവാസ്കുലറൈസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ട്രീറ്റ്മെന്റ് അവിടെയും കൊടുക്കാം. ഒന്നുകിൽ നമ്മൾ ആന്റി വെജഫ് എന്നുള്ള കണ്ണിലേക്കുള്ള ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാൻ റെറ്റിനൽ ഫോട്ടോ കൊയാഗുലേഷൻ PRP എന്ന് പറയുന്ന ലേസർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ലേസറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ പുതിയ രക്തക്കുഴലുകളൊക്കെ കരിച്ചു കളയുന്ന പോലത്തെ ഒരു മെത്തേഡാണ്. ലേസർ ബേൺസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ പുതിയ രക്തക്കുഴലുകൾ പിന്നീട് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ എല്ലാം ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കീപ് യുവർ ബ്ലഡ് ഷുഗർ അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ പേഷ്യൻസ് തന്നെ ഡോക്ടേഴ്സ് ആവുന്ന പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, സോ ഇതാണ് ഒരു ഏകദേശം ഓൾറൗണ്ട് വാട്ട് ഈസ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ചെക്കപ്പ് നിങ്ങൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതിൻ്റെ കൺട്രോളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. വൺസ് നിങ്ങൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റാർട്ട് ആയിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ചെക്കപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. പ്രോളിഫറേഷൻ വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ, നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ യൂഷ്വലി ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് മാക്യുലർ എഡീമ, അതായത് മാക്യുലയിൽ സ്വെല്ലിംഗ് ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പും ബ്ലഡ് ഷുഗർ അണ്ടർ കൺട്രോൾ വെക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അതിന്റെ ഫോളോ അപ്പ് ഓരോരോ സ്റ്റേജിലായിട്ട് നമുക്ക് വരും. നമുക്കിപ്പം മൈൽഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി, മോഡറേറ്റ് ഡയബറ്റിക് റെറ്റിനോപ്പതി, സിവിയർ, വെരി സിവിയർ, അങ്ങനെ നമുക്ക് ഈ നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ തന്നെ പല സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ മൈൽഡ് ആണെങ്കിൽ ആനുവൽ റിവ്യൂ മതി, അതായത് ഒരു വർഷത്തിലുള്ള റിവ്യൂ മതി. മോഡറേറ്റ് ആണെങ്കിൽ നമുക്ക് 6 മന്ത് റിവ്യൂ. അങ്ങനെ നമുക്ക് അതിന് ഓരോ സ്റ്റേജിലും റിവ്യൂ ഡേറ്റ്സ് അല്ലെങ്കിൽ റിവ്യൂ ഡ്യൂറേഷൻ വ്യത്യാസമാണ്. അത് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ, നിങ്ങളുടെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അത് അറിയാനായിട്ട് അവർ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസസ് തരുന്നതായിരിക്കും. എപ്പോൾ അടുത്ത സ്റ്റേജ് റിവ്യൂ എപ്പോൾ വേണം എന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഷുഡ് ബി അണ്ടർ കൺട്രോൾ. രണ്ടാമത്തെ കാര്യം, ഇഫ് യു ആർ എ ഡയബറ്റിക് പേഴ്സൺ, നിങ്ങളുടെ ഓഫ്താൽമോളജിസ്റ്റിനെ ഇന്ന് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്യുക. റൂൾ ഔട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി. മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ, വൺസ് നിങ്ങളുടെ സ്റ്റേജ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണോ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്യുക. സോ ഇത്രയുമേ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാവരും തന്നെ ഡയബറ്റിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രയത്നിക്കുമല്ലോ. ഒപ്പം തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രിവെന്റ് ചെയ്യാനായിട്ടും നിങ്ങൾ എല്ലാവരും അങ്ങേയറ്റം പരിശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.